തനിച്ചിരുന്നപ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസം. ക്ഷമിക്കണം, എനിക്കിന്ന് കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇതുവരെ ഒരു തുമ്പുണ്ടായില്ലേ? ഇനി തുമ്പുണ്ടായിട്ട് എന്ത് കാര്യം? എനിക്കെന്റെ രമയെ തിരിച്ചു കിട്ടുമോ? പോയോൾ പോയി. ഗോപന്റെ കഷ്ടകാലത്തിനാണ് എന്റെ അടുത്ത് വന്നത്. അങ്ങനെയൊന്നും വിചാരിക്കാനില്ല. മനുഷ്യജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഒന്നിനൊരു അർത്ഥവുമില്ല. ഗോപൻ ഇപ്പോഴത്തെ ദുഃഖമൊക്കെ മറക്കണം. കഴിയും വേഗം വേറൊരു വിവാഹം കഴിക്കണം. ഇനിയൊരു വിവാഹ ജീവിതം എനിക്കുണ്ടാവില്ല. ജീവിതത്തിൽ നിരാശ പാടില്ല ഗോപൻ. രമയെ മറക്കാനും മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാനും ഗോപന് കഴിയണം. എന്തെന്നാൽ നമ്മൾ തുല്യ ദുഃഖിതരാണ്. ഞാൻ സ്നേഹിച്ച പുരുഷനോടൊപ്പം ഒരു നാൾ കൂടി ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വിധിക്ക് നമ്മൾ കീഴടങ്ങണം. ഗോപകുമാർ സ്നേഹിച്ച പെണ്ണിനെ കുമാരനും നഷ്ടപ്പെട്ടു. അതെ, നമ്മളിപ്പോൾ ഒന്നുപോലെയാണ്. മരണം വരെ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞെങ്കിൽ. എന്റെ രമ മരിച്ചു. ഇനി ഞാൻ ഇവിടം വിട്ട് എവിടെ പോകാനാണ്? എങ്ങും പോകരുത്, എങ്ങും പോകരുത്. അതാണ് എന്റെ ആഗ്രഹം. ദുഃഖിക്കുന്ന രണ്ടാത്മാവുകൾ തമ്മിൽ അടുക്കുമ്പോൾ ദുഃഖം ദുഃഖമല്ലാതാകും. കുമാർ, ഞാൻ നന്നായി കുടിച്ചിരിക്കുന്നു. എനിക്ക് അല്പം കിടക്കണം. എനിക്ക് ഉറക്കം വരുന്നു. ഇന്ന് ഞാനൊരു സ്ത്രീയായി. എനിക്കെന്റെ കുമാറിനെ തിരിച്ചു കിട്ടി. എന്റെ കുമാർ ഇനി എന്നെ വിട്ടു പോകരുത്. ഒരിക്കലും പറയൂ പോകില്ലെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇനി ഇവിടെ പോകാനാ. മതി, എനിക്ക് ഈ വാക്ക് മതി. ഇന്നു മുതലാണ് എന്റെ ജീവിതം തുടങ്ങുന്നത്. ഞാൻ അറിയാതെ പറ്റിയതാണ്. വല്ലാത്ത മുറിവല്ലേ? ഇതെങ്ങനെ പറ്റി? ട്രോസിന്റെ മുള്ളറിഞ്ഞതാണ്. ഞാനല്ല കുമാർ, ഞാനല്ല കുമാർ, ഞാനല്ല കുമാർ. അയ്യോ രമേ, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ കൊല്ലരുത്.
ഞാൻ രമയാണ്. അയ്യോ, രമ അല്ല, നീ രമയല്ല. അതെ, ഞാൻ രമ തന്നെയാണ്. അല്ല അല്ല, നീ രമയല്ല, തീർച്ചയായുമല്ല. എന്നെ സൂക്ഷിച്ചു നോക്കൂ. ഗോപൻ എവിടെ? ഗേറ്റിന് പുറത്തു നിന്ന് ഒരാളോട് സംസാരിക്കുകയാണ്. അല്ല, നീ രമയല്ല. അയ്യോ അല്ലിതാരാ? ചത്ത രമക്കുഞ്ഞു. അയ്യോ അയ്യോ, ഞാനല്ല കൊന്നത്, ഞാനല്ല കൊന്നത്. എന്നെ ഉപദ്രവിക്കരുത്. ഇയാൾ പൂടോ അപ്പുറത്ത്. കുറുപ്പേ, അയ്യോ, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. അയ്യോ അയ്യോ. എന്റെ രമ രക്ഷപ്പെട്ടു. ഗോപൻ, നിങ്ങൾ എന്നെ കുരങ്ങിളപ്പിക്കുകയാണോ? ഇത് രമയല്ല. രമയെ കണ്ടിട്ട് അവളല്ലെന്ന് പറയുന്നു. ഞങ്ങള് വിവാഹം കഴിയുന്ന ദിവസം ആദ്യമായി തേൻ തന്ന് സ്വീകരിച്ചത് മുതലുള്ളതെല്ലാം മറന്നോ? അന്ന് തമ്പുരാട്ടി ഉടുത്തിരുന്നത് പച്ച നിറത്തിലുള്ള സാരിയല്ലേ? രമയെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കണ്ടതുകൊണ്ട് തോന്നുന്ന വിഭ്രാന്തിയാണ്. സാരമില്ല.